നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CC മുകുന്ദൻ MLA ആയിരിക്കെ വ്യാജ ഒപ്പിട്ട് പണം തട്ടിയെന്ന പരാതി. പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന മസൂദ് കെ വിനോദ് പിടിയിൽ. ഒളിവിൽ കഴിയുകയായിരുന്ന മസൂദിനെ പിടികൂടിയത് അന്തിക്കാട് പോലീസ്. കലാമണ്ഡലത്തിൽ അനധികൃത നിയമനം ആരോപണവുമായി വള്ളത്തോൾ നഗർ കോൺഗ്രസ് കമ്മിറ്റി. കലാമണ്ഡലം ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ കുത്തിയിരിപ്പ് പ്രതിഷേധം. സൈലന്റ് വാലി കാരാപ്പാടത്തിന് താഴെ കരുതിച്ചാൽ പ്രദേശത്ത് ആനയുടെ ജഡം കണ്ടെത്തി. ആനയുടെ ജഡത്തിന് 2 ദിവസം പഴക്കമുള്ളതായി വനം വകുപ്പ് അധികൃതർ. മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമെന്നും അധികൃതർ. കനത്ത മഴയിലും കാറ്റിലും പൊടിപ്പാറ വാർഡിൽ വൻ നാശനഷ്ടം. മരം വീണ് വീട് ഭാഗികമായി തകർന്നു. വാർത്തകൾ വിശദമായി. CC മുകുന്ദൻ MLA ആയിരിക്കെ വ്യാജ ഒപ്പിട്ട് പണം തട്ടിയെന്ന പരാതി. പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന മസൂദ് കെ വിനോദ് പിടിയിൽ. അന്തിക്കാട് പോലീസാണ് മസൂദിനെ പിടികൂടിയത്. ഒളിവിൽ കഴിയുന്നതിനിടെയാണ് മസൂദ് പോലീസ് വലയിലായത്. CC മുകുന്ദന്റെ വ്യാജൊപ്പിട്ട് പണം തട്ടിയെന്നതാണ് മസൂദിനെതിരെയുള്ള പരാതി. പോലീസ് കേസെടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും മസൂദിനെ അറസ്റ്റ് ചെയ്തിരുന്നില്ല. ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച മസൂദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. VS സുനിൽകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന മസൂദിനെ പാർട്ടിയാണ് CC മുകുന്ദന്റെ സ്റ്റാഫ് അംഗമായി നിയമിച്ചത്. മസൂദിനെ മാറ്റണമെന്ന് CC മുകുന്ദൻ ആവശ്യപ്പെട്ടെങ്കിലും പാർട്ടി തയ്യാറായിരുന്നില്ല. മസൂദിനെ ചൊല്ലിയുള്ള തർക്കമാണ് CC മുകുന്ദനെയും CPIയെയും 2 തട്ടിൽ എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കലാമണ്ഡലത്തിൽ അനധികൃത നിയമനം ആരോപിച്ച് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലാമണ്ഡലം ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു. തൃശൂർ DCC സെക്രട്ടറി ജോണി മണിച്ചിറ കുത്തിയിരിപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയന്റെ ഉച്ഛിഷ്ടം താങ്ങുന്ന കുറെ ആളുകൾ അതിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് എന്തു കൊള്ളരുതായ്മയും ചെയ്യാമെന്നുള്ള ദാഷ്ട്യം അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചേക്കെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഞങ്ങൾ ഇന്നലെ DCയെയും അതുപോലുള്ള ഒരാളെ ഇന്നലെ കാണുകയുണ്ടായി. DCയെ കണ്ട് കാര്യങ്ങൾ മുഴുവൻ സംസാരിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നതേയുള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുമ്പോൾ പിണറായി എഴുതി കൊടുക്കുന്നത് വായിക്കുകയും പിണറായിക്ക് എഴുതി കൊടുക്കുന്നത് വായിക്കുകയും ചെയ്യുന്ന ആളുകൾ, അദ്ദേഹം പറയുന്നത് മാത്രം എല്ലാം നടപ്പാക്കുന്ന ആളുകൾ, ആ നടപ്പാക്കുന്ന രീതിയിലല്ല ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PA ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. മറ്റ് നേതാക്കളായ മായ ഉദയൻ, പത്മജ തുടങ്ങി നിരവധി നേതാക്കന്മാർ സംസാരിച്ചു. കുന്നംകുളം SP നേതൃത്വത്തിൽ ഉന്നത പോലീസ് സംഘം കലാമണ്ഡലത്തിൽ എത്തിയിരുന്നു. രാവിലെ മുതലേ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ കലാമണ്ഡലത്തിന്റെ 2 ഗേറ്റിൽ കാവൽ നിൽക്കുകയും ഇന്റർവ്യൂവിന് വരുന്ന ആളുകളെ തടയാനുള്ള നടപടികളും ആരംഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കനത്ത കാറ്റിലും മഴയിലും പൊടിപ്പാറ വാർഡിൽ വൻ നാശനഷ്ടം. മരം വീണ് വീട് ഭാഗികമായി തകർന്നു. പൊടിപ്പാറ സ്വദേശി ഷിജുവിന്റെ വീടിന് മുകളിലേക്കാണ് മരം പതിച്ചത്. സംഭവ സമയം വീട്ടിൽ ആളില്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. ശക്തമായ കാറ്റിൽ സമീപ പ്രദേശത്ത് നിന്നിരുന്ന വലിയ തേക്കുമരം കടപുഴകി വീണു. ഫിഷറീസ് ഓഫീസ് സമീപം വൈദ്യുതി പോസ്റ്റും ഒടിഞ്ഞിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് മെമ്പറുമായ സീന വർഗീസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് തേരംപറമ്പിൽ, വില്ലേജ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സൈലന്റ് വാലി കാരപ്പാടത്തിന് താഴെ കരുതിച്ചാൽ പ്രദേശത്ത് ആനയുടെ ജഡം കണ്ടെത്തി. 2 ദിവസം പഴക്കമുള്ള ജഡം പാറക്കെട്ടിൽ തങ്ങി നിൽക്കുന്ന നിലയിലാണ്. സംഭവ സ്ഥലത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തി. വാർഡ് മെമ്പറും നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ. നമ്മുടെ ഇവിടെ സൈലന്റ് വാലി വനമേഖലയിൽ 2-3 ദിവസമായിട്ട് അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒരാന ഇവിടെ പൊരിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ കുറ്റിച്ചാലിൻ്റെ മുകളിലായിട്ട് ഒരു പാറയിൽ കുടുങ്ങി നിൽക്കുകയാണ്. ഇവിടെ നാട്ടുകാരും ഫോറസ്റ്റുകാരും എല്ലാവരും എത്തിയിട്ടുണ്ട്. സ്ഥലത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ഫോറസ്റ്റുകാർ അറിയിച്ചിട്ടുണ്ട്. ആളുകൾ കൂട്ടമായി ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പോലീസിന് നിർദ്ദേശം കൊടുത്ത് ഈ ആളുകളെ തടയേണ്ട ഒരു മാർഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോറസ്റ്റുകാർ അതീവ ഗൗരവത്തോടെ തന്നെ ഇത് കണ്ട് ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെർപ്പുളശ്ശേരി കുളക്കാട് പൂന്തോട്ടം ആയുർവേദാശ്രമത്തിന് 37ാം വാർഷികത്തോടനുബന്ധിച്ച് നൽകുന്ന പൂന്തോട്ടം ശങ്കരനാരായണൻ നമ്പൂതിരി സ്മാരക സംസ്കൃത പുരസ്കാരം എഴുത്തുകാരിയും മൂന്നാർ ഗവൺമെൻറ് കോളേജ് പ്രിൻസിപ്പളുമായിരുന്ന ഡോക്ടർ K ഭാരതി അർഹയായി. 20,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജൂലൈ 12 നടക്കുന്ന വാർഷികാഘോഷത്തിൽ പുരസ്കാരം സമർപ്പിക്കും. ജൂലൈ 12 നടക്കുന്ന പൂന്തോട്ടം ആയുർവേദാശ്രമത്തിന്റെ വാർഷികാഘോഷ ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആയുർവേദാശ്രമത്തിന്റെ 37ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 10 രാവിലെ 10 മുതൽ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി ആയുർവേദ പ്രദർശനം നടക്കും. 12 രാവിലെ 10 മുതൽ പൊതുസമ്മേളനത്തിൽ P. മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിക്കും. യോഗം കോട്ടയ്ക്കൽ ആയുർവേദശാല മാനേജിംഗ് ട്രസ്റ്റി ആൻഡ് ചീഫ്
ഫിസിഷ്യൻ ഡോക്ടർ PM വാര്യർ ഉദ്ഘാടനം ചെയ്യും. പൂന്തോട്ടം ആയുർവേദാശ്രമം മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ PMS രവീന്ദ്രനാഥ് സ്വാഗതം ആശംസിക്കും. പൂന്തോട്ടം CEO ജിഷ്ണു രവീന്ദ്രനാഥ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കും. തുടർന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുൻ ചെയർമാൻ ഡോക്ടർ K വിജയൻ ഭാരതിക്ക് പുരസ്കാരം സമർപ്പിക്കും. കാലടി സംസ്കൃത സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ CM നീലകണ്ഠൻ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തും. തുടർന്ന് വിവിധ പുരസ്കാരങ്ങൾ നേടിയ പ്രശസ്ത കലാകാരനായ കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡുകൾ നേടിയ കഥകളി നടൻ കലാമണ്ഡലം കൃഷ്ണകുമാർ, ചെണ്ടകലാകാരൻ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, ഈ വർഷത്തെ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ യുവ പുരസ്കാരം നേടിയ മിഴാവ് കലാകാരൻ കലാമണ്ഡലം രവികുമാർ എന്നിവരെ പൂന്തോട്ടം ആദരിക്കുമെന്നും MD PMS രവീന്ദ്രനാഥ്, CEO വിഷ്ണു രവീന്ദ്രനാഥ് എന്നിവർ പറഞ്ഞു. കലാമണ്ഡലത്തിൻ്റെ പ്രിൻസിപ്പൽമാരായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള കൃഷ്ണകുമാർ ആശാൻ വേഷം, കഥകളി വേഷത്തിൻ്റെയാണ്, അദ്ദേഹത്തിനാണ് ഒരു അവാർഡുള്ളത്. അതേപോലെ തന്നെ കഥകളിയുടെ തന്നെ ചെണ്ട അധ്യാപകനായിരുന്ന കേരള കലാമണ്ഡലം പ്രിൻസിപ്പലുമായിരുന്ന ഉണ്ണികൃഷ്ണൻ ആശാൻ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, ഇവർ രണ്ടുപേർക്കാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ അവാർഡുകൾ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ അവാർഡ് 2025 നേടിയിട്ടുള്ള കലാമണ്ഡലം രവികുമാർ, അദ്ദേഹത്തിനെയും ഈ ഫംഗ്ഷനിൽ വെച്ചിട്ട് നമ്മൾ ആദരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചെത്തിയ പെരിങ്ങോട്ടുകുറിശി മേഖലയിലെ ഹാജിമാർക്ക് സ്വീകരണം നൽകി. പിലാപ്പള്ളി 3 സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ ചടങ്ങ് സ്റ്റുഡൻസ് കൗൺസിലർ AP അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ വൈസ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് അനസ് മോലോട് ആമുഖ പ്രഭാഷണം നടത്തി. ഹാജിമാർ ഹജ്ജ് അനുഭവങ്ങൾ പങ്കുവച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് അനസ് മോലോട് സ്വാഗതവും പിലാപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു. പ്രവർത്തകരായ അൻസാർ, സുലൈമാൻ, സലീം, അഷ്കർ, അബ്ദുൽ ഖാദർ, ഖബീർ, ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കോട്ടായി GHSSൽ വേഴാമ്പൽ വായനശാല തുറന്നു. സ്കൂൾ പ്രധാനാധ്യാപിക BD ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനും പുസ്തകങ്ങളെ അടുത്തറിയുന്നതിനും വേണ്ടിയാണ് ക്ലാസ് മുറിയിൽ തന്നെ വായനശാല തുറന്നത്. ചടങ്ങിൽ അധ്യാപകരായ ഗംഗാബാലൻ, KA അജീഷ് എന്നിവരും സംസാരിച്ചു. ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും സജീവ പങ്കാളിത്തത്തോടെയാണ് വേഴാമ്പൽ വായനശാലയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. ഈ വിജയത്തിൻ്റെ പങ്ക് കുട്ടികളിലേക്ക് മാത്രമല്ല, അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും, സ്കൂളിലെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഈ പങ്കുണ്ട്. നമ്മളെ സംബന്ധിച്ച് നല്ലപോലെ ഒരു ലക്ഷ്യബോധത്തോടു കൂടി ഒരു വർഷം കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ടാണ് നമുക്കിവിടെ സ്കൂളിനകത്ത് കാണാൻ കഴിയും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KP അനിൽ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ VM ബുഷറ, വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി, റിട്ടയർഡ് അധ്യാപിക പുഷ്പമണി, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ രമേശ്, പഴയന്നൂർ ബ്ലോക്ക് ഡിവിഷൻ അംഗം ശ്രുതി, PTA പ്രസിഡന്റ് KS സബീർ, SMC ചെയർമാൻ സജിത KS, MPTA പ്രസിഡന്റ് K ചിത്രലേഖ, ഡെപ്യൂട്ടി HM ദീപ MS, V പ്രീത, K ശ്രീധന്യ, ഫവാസ് മൂസ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ M പ്രീതി സ്വാഗതവും HM ഇൻചാർജ് ഷീജാദേവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 13ാം വാർഡ് പഴഞ്ചേരി പ്രദേശത്ത് ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തു വരുന്നു. ഈ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിസര ശുചീകരണവും ബോധവൽക്കരണവും നടത്തി. കൂടുതൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ നിർദ്ദേശിക്കുന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 13ാം വാർഡ് പഴഞ്ചേരി പ്രദേശത്തെ ഒരു വീട്ടിലെ 3 പേർക്കാണ് ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിസര ശുചീകരണവും ബോധവൽക്കരണ പരിപാടികളും നടത്തി. ഡെങ്കു റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് ഫോഗിംഗ് പ്രയോഗവും നടത്തിയിട്ടുണ്ട്. വിവരമറിഞ്ഞ് രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. പ്രദേശനിവാസികൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ PMAY പ്രത്യേക ഗ്രാമസഭ ചേർന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കോൺഫറൻസ് ഹാളിലാണ് PMAY പ്രത്യേക ഗ്രാമസഭ യോഗം ചേർന്നത്. പദ്ധതിയിൽ അപേക്ഷിച്ചവരിലെ മാനദണ്ഡപ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ടവരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു പ്രത്യേക ഗ്രാമസഭ ചേർന്നത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ഉദ്ഘാടനം ചെയ്തു.
നിർബന്ധമായി നടത്തേണ്ട 2 ഗ്രാമസഭയാണ് നമുക്കുണ്ടാകാറ് വർഷത്തിൽ. ഒന്ന് പദ്ധതി രൂപീകരിക്കുന്നതിനുള്ള ഗ്രാമസഭയും രണ്ടാമത്തത് വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കേണ്ട ഗ്രാമസഭയും. പദ്ധതി രൂപീകരണ ഗ്രാമസഭ നമ്മൾ നടന്നു, അതിനുശേഷം നമ്മൾ പദ്ധതി ഉണ്ടാക്കി. ഇനി അടുത്ത വരുന്ന ഗ്രാമസഭ വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന ഗ്രാമസഭയാണ്. അത് ഈ മാസത്തിൽ തന്നെ നടക്കാൻ വേണ്ടി പോവുകയാണ് വാർഡ് തലത്തിൽ. പിന്നീട് പ്രത്യേക ഗ്രാമസഭ എന്ന് പറയുന്നത് ഭിന്നശേഷി ഗ്രാമസഭ പ്രത്യേകമായി പദ്ധതിക്ക് അംഗീകാരം സംഭവിച്ചു. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത് അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രസന്ന, പഞ്ചായത്ത് മെമ്പർമാരായ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ജുനൈദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CC മുകുന്ദൻ MLA ആയിരിക്കെ വ്യാജ ഒപ്പിട്ട് പണം തട്ടിയെന്ന പരാതി. പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന മസൂദ് കെ വിനോദ് പിടിയിൽ. ഒളിവിൽ കഴിയുകയായിരുന്ന മസൂദിനെ പിടികൂടിയത് അന്തിക്കാട് പോലീസ്. കലാമണ്ഡലത്തിൽ അനധികൃത നിയമനം ആരോപണവുമായി വള്ളത്തോൾ നഗർ കോൺഗ്രസ് കമ്മിറ്റി. കലാമണ്ഡലം ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ കുത്തിയിരിപ്പ് പ്രതിഷേധം. സൈലന്റ് വാലി കാരാപ്പാടത്തിന് താഴെ കരുതിച്ചാൽ പ്രദേശത്ത് ആനയുടെ ജഡം കണ്ടെത്തി. ആനയുടെ ജഡത്തിന് 2 ദിവസം പഴക്കമുള്ളതായി വനംവകുപ്പ് അധികൃതർ. മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമെന്നും അധികൃതർ. കനത്ത മഴയിലും കാറ്റിലും പൊടിപ്പാറ വാർഡിൽ വൻ നാശനഷ്ടം. മരം വീണ് വീട് ഭാഗികമായി തകർന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. അടുത്ത വാർത്ത വൈകുന്നേരം 6 മണിക്ക്. നന്ദി, നമസ്കാരം.